ഹലോ എവരി വൺ, സെൻട്രൽ ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തിലാണ് നമ്മുടെ NDPCയുടെ RRB NDPCയുടെ ഒരു ഷോർട്ട് നോട്ടീസ് റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് NDPCയുടെ ഷോർട്ട് നോട്ടീസ് വന്നതിനെ തുടർന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ എക്സാമിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, RRB NDPC റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ കീഴിൽ വരുന്ന നോൺ ടെക്നിക്കൽ പോസ്റ്റുകളെയാണ് നമ്മൾ NDPC ആയിട്ട് പറയുന്നത്. ടെക്നിക്കൽ പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നവർക്ക് മാറി ചിന്തിക്കാൻ വേണ്ടിയായിട്ട്. കാരണം റെയിൽവേയിൽ എന്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ സ്റ്റേഷൻ മാസ്റ്റർ, അക്കൗണ്ടിങ് സ്റ്റാഫുമായിട്ടുള്ളവർ, ഗുഡ്സ് കൺട്രോൾ ചെയ്യുന്നവരായിട്ട്, അങ്ങനെ ടെക്നിക്കൽ വിഭാഗമല്ലാതെ കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്, നോൺ ടെക്നിക്കൽ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, എക്സാം നെയിം എന്ന് പറഞ്ഞാൽ RRB NDPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയാണ്. കണ്ടക്ട് ചെയ്യുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെയാണ്. എക്സാം ലെവൽ എന്ന് പറഞ്ഞാൽ നാഷണൽ ആണ്. നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നടത്തുന്നതാണ്, ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന കാര്യമാണ്. ഫ്രീക്വൻസി എന്താണ്, ആനുവൽ എക്സാമിനേഷൻ ആണ്. നമ്മുടെ റെയിൽവേയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റെയിൽവേ ആയിക്കോട്ടെ, XSC ആയിക്കോട്ടെ, എല്ലാം ആനുവലി വിളിക്കാറുണ്ട്. ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു എക്സാം വിളിച്ച് പോകുന്നതാണ്. അതായത് ഈ ഓരോ എക്സാമുകളും NDPC ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, ജൂനിയർ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് പോസ്റ്റിംഗ് ആയാലും അതെല്ലാം ഓരോ വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരെന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ NDPC ഫൈനലാണ്, ഫൈനൽ ലാബായിട്ട് അവർ വന്നിരിക്കുന്ന ഒരു സംഭവമാണ് NDPC എന്ന് പറയുന്നത്. ALPയുടെ എക്സാം പോലും നടന്നിട്ടില്ല. സ്റ്റിൽ എന്താണ്, അവർ നടത്തും. ഈ ഒരു വർഷം എന്നൊരു ടൈമിനുള്ളിൽ നോട്ടിഫിക്കേഷൻ എങ്കിലും കംപ്ലീറ്റ്ലി പ്രൊസീഡ് ചെയ്തതിന് ശേഷം എക്സാം വൈകിക്കാതെ തന്നെ നടത്താനുള്ള ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും അവർ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ നോട്ടിഫിക്കേഷനും ഏകദേശം കഴിയാറായി റെയിൽവേയുടെ തന്നെ. അപ്പോൾ അതിൽ ഫൈനലി വരുന്ന ഒരു ചാൻസ് ആണ് NDPC. ഇപ്പം നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ പാരൻസ് ആണ് കാണുന്നതെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് നോട്ടിഫിക്കേഷൻ ഓൾറെഡി തന്നെ റെയിൽവേ വിളിച്ചു കഴിഞ്ഞു, അതിൻ്റെ ആപ്ലിക്കേഷൻ എൻഡും ആയി കഴിഞ്ഞു. ഇനി വരാൻ പറ്റുന്ന ഒരേ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരേ ഒരു ചാൻസ് NDPCയിലൂടെയാണ്. NDPCയിലാകുമ്പോൾ അത്യാവശ്യം നല്ല സ്കോപ്പും ആണുള്ളത്. കാരണം വലിയ ജോലിയാണെന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഇതല്ല. എന്ന് വെച്ചാൽ വലിയ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ സ്ട്രെനിയസ് ആയിട്ടുള്ള ഒരു വർക്കല്ല. അത്യാവശ്യം നമുക്ക് റിലാക്സബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്, വിത്ത് നല്ലൊരു ഹൈ ആയിട്ടുള്ള ഒരു സാലറി പാക്കേജുമാണ്. നമ്മുടെ ഏജ് ലിമിറ്റും അതിനകത്ത് കൊള്ളും. അതുപോലെ തന്നെ എഡ്യൂക്കേഷനോ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് എന്നുള്ള രീതിയിൽ തിരിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം എല്ലാ പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ടോട്ടൽ വാക്കൻസീസ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാക്കൻസി എപ്പോഴും ഇങ്ങനെയാണുണ്ടോ, നമ്മളിപ്പോൾ എത്ര മുന്നോട്ട് പോകുന്തോറും കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടേ വരത്തുള്ളൂ. അപ്പോൾ അവർക്ക് അവിടുത്തെ ആളുകളുടെ ലിമിറ്റേഷൻ കുറഞ്ഞും വരും. അപ്പം നമ്മൾ നോർമലി ഇപ്പോൾ എത്രയൊക്കെ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ജോലി കയറി അത്രയും സേഫ് ആണെന്ന് നമുക്ക് പറയാനേ കഴിയുള്ളൂ. കാരണം എന്തായാലും ഇനി അങ്ങോട്ട് പോകും തോറും ഈ വാക്കൻസിയുടെ ലിസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു തന്നെ വരും. ഇപ്പോൾ 10,000+ വാക്കൻസീസേ ഉള്ളൂ, 11,558 എന്ന് പറയുന്നെങ്കിലും നമുക്ക് എന്താണ്, വളരെ വാക്കൻസി എന്ന് പറയുമ്പോൾ കുറവാണെന്നോ അല്ലെങ്കിൽ കൂടുതലാണെന്നോ പറയാൻ പറ്റില്ല. എപ്പോഴും എന്താണ്, ഇത്രയും വാക്കൻസീസ് ഒക്കെ തന്നെയായിരിക്കും വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയും പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ എത്രയാണ്, അങ്ങ് 60,000 50,000 ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, ചിലപ്പോൾ ഇത് കൂടാം, ഇല്ലെങ്കിൽ കൂടാതിരിക്കാം. ബട്ട് നിങ്ങൾ അതിലൊരാളായിട്ട് നിന്ന് വർക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളിവിടെ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടതെന്ന് ആലോചിക്കുക. അപ്പോൾ ടോട്ടൽ വാക്കൻസീസ് 11,000+ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്താണ്, ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആവാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഷോർട്ട് നോട്ടീസ് വന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്, എന്തായാലും ഉറപ്പായിട്ട് ഉടനെ തന്നെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരും. അതായത് ഈ ഒരു മാസത്തിൽ തന്നെ എക്സാം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് ഇനി എന്താണ്, ഈ ഒരു മാസത്തിനുള്ളിൽ അവർ യഥാർത്ഥ നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വിത്ത് ബാക്കിയുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ പറയുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ചിലപ്പോൾ വാക്കൻസീസ് കൂടി വരാം, അതൊക്കെ അവരുടെ ഒരു ഇതാണ്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 14 സെപ്റ്റംബർ തൊട്ട് 13 ഒക്ടോബറിന് ഇടയ്ക്കാണ് വരുന്നത്. 14 സെപ്റ്റംബറിനും 13 ഒക്ടോബറിനും ഇടയ്ക്കാണ് വരുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ indianrailway.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് എന്ത് അപ്ഡേറ്റ് വന്നാലും ഈ വെബ്സൈറ്റിലാണ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ടൈമൊക്കെ അടുക്കാറാകുമ്പോൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കുക. കാരണം എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ നോട്ടീസോ എന്തെങ്കിലും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കൊള്ളുക. അപ്പോൾ ആ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ indianrailways.gov.in ആണ്. ഇതിൽ കയറി തന്നെയാണ് നിങ്ങൾ ഫീസ് സ്ട്രക്ചറും ഓൺലൈൻ ആപ്ലിക്കേഷനും വെരിഫിക്കേഷനും എല്ലാം ചെയ്യേണ്ടത് ഈ ഒരു സൈറ്റിന് പ്രധാനമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തെന്താണ്, ഏജ് ലിമിറ്റ് ആണ് നമുക്കിനി നോക്കേണ്ടത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നതെന്ന് പറഞ്ഞാൽ
അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റും ഉണ്ട്, ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലതെന്ന് പറയാൻ NTPC ഒരു നല്ലൊരു ചാൻസ് ആണ്. ടെക്നിക്കൽ ഫീൽഡ് പോലും പഠിക്കാത്തവർക്ക് പോലും ചാൻസ് ആണെന്ന് പറയാൻ കാരണം അതിൻ്റെ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷനുമാണ്. ക്വാളിഫിക്കേഷൻ കാണുന്നുണ്ടായിരിക്കുമല്ലോ. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനും ഗ്രാജുവേറ്റ് പോസ്റ്റിനും 2 സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്രാജുവേറ്റ് ആകുമ്പോൾ അവർ എത്ര വയസ്സിൻ്റെ ഇടയ്ക്കായിരിക്കണം? 18 to 33 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ 33 വയസ്സെന്ന് പറയണമെങ്കിലും 33 വയസ്സാണ്. അത് ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞവർ. അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാൽ 18 to 30 വയസ്സാണ്. അത് +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫീൽഡ്. അപ്പോൾ +2 കഴിഞ്ഞവർക്ക് 18 to 30 വയസ്സ് വരെ ഉള്ളവരും ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ 18 to 33 വയസ്സ്. ഇതെന്താണ് നോർമലിലുള്ള പാറ്റേൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് കോവിഡിൻ്റെ ഒരു റിലാക്സേഷനും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ എത്ര വരും? +3 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അതായത് 18 to 33 18 to 36 എന്നുള്ള റിലാക്സേഷൻ കോവിഡ് റിലാക്സേഷൻ ആയിട്ട് തരുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ സെപ്പറേറ്റും ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഏജ് റിലാക്സേഷൻ വേറെ സെപ്പറേറ്റ് വരും. അതായത് ഇപ്പോൾ SC/STക്ക് ആണെങ്കിൽ 5 വർഷം, OBCക്ക് ആണെങ്കിൽ 3 വർഷം, PWD കാറ്റഗറിക്ക് ആണെങ്കിൽ 10 വർഷം. ആ ഒരു രീതിയിൽ വീണ്ടും എന്തുണ്ട് നമുക്ക് റിലാക്സേഷൻ ഉണ്ട്. ഇതെന്താണ് കോവിഡ് റിലാക്സേഷൻ ആണ്, ഒരു 3 വർഷം കേട്ടോ. ആ 3 വർഷം കൂടെ ആഡപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം. അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ യോഗ്യരെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? ക്ലാസ് +2 പാസ്സായവരായിരിക്കണം അണ്ടർ ഗ്രാജുവേറ്റ് പാസ് ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്ക് ആണെങ്കിൽ ആര് ചെയ്യണം? ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണ്, ഡിഗ്രി എടുത്തവരാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ട് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റിനും കൊടുക്കാം. 2 പോസ്റ്റിലും കൊടുത്തിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടല്ലോ. രണ്ടിനും എന്താണ് ഒരേ എക്സാമിനേഷൻ ലെവലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരേ പാറ്റേൺ ഓഫ് എക്സാം. ടയർ 1 എന്ന് പറഞ്ഞാൽ സെയിം പാറ്റേണിൽ തന്നെയാണ് നടക്കുന്നത്. രണ്ടുപേർക്കും സെയിം കോഴ്സ്. ഇനിയിപ്പം മാറ്റങ്ങൾ വരുന്നെങ്കിലേ ഉള്ളൂ. ഇതുവരെ എങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ടയർ ആയിട്ട് തന്നെയാണ്. രണ്ടും അണ്ടർ ഗ്രാജുവേറ്റ് ആയാലും ഗ്രാജുവേറ്റ് ആയാലും സെയിം എക്സാമിനേഷൻ ആയിട്ടാണ് നടത്തുന്നത്. ഇനി അടുത്തെന്താണ് എക്സാം പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു സെലക്ട് കാൻഡിഡേറ്റ്സ്. എന്തിനാണ് എക്സാം പർപ്പസ് എന്ന് പറഞ്ഞാൽ അവരുടെ സോണൽ റെയിൽവേസ് ഉണ്ട്. റെയിൽവേ സോൺസുകളുണ്ട് അല്ലേ? ചെന്നൈ, ട്രിവാൻഡ്രം, ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, ബിലാസ്പൂർ, ഭുവനേശ്വർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ മുംബൈ പോലെയുള്ള ഓരോ എന്തുണ്ട് സോണുകളുണ്ട്. ആ സോണുകളിലൊക്കെ പുതിയ ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. കണ്ടോ 200 പരം സിറ്റീസ് ഉണ്ട്, ടെസ്റ്റ് സിറ്റീസ് ഉണ്ട്. അവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോബ് കിട്ടാന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ആ വെബ്സൈറ്റ് ഒന്നും കൂടെ മനസ്സിലാക്കിയിരിക്കുക. indianrailways.gov.in ആണ്. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് മനസ്സിലാക്കുക. ഇപ്പം വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താന്ന് നമുക്ക് ഓപ്പണിംഗ് ഡേറ്റ് വരുന്നത് ഗ്രാജുവേറ്റ് പോസ്റ്റിനാണെങ്കിൽ 14/9. അതായത് നിങ്ങൾ വേറെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഈ മാസത്തിൽ തന്നെ 14/9 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ മാസത്തിൽ വരും. ക്ലോസ് ചെയ്യുന്നത് അടുത്ത മാസത്തേക്ക്. അതായത് ഈ മാസം അടുത്ത മാസം എന്നൊരു ടൈം ഇൻ്റർവെലിനകം വെച്ച് തന്നെ എന്ത് വരും? NTPC വരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഗ്രാജുവേറ്റ് പോസ്റ്റിൽ എന്തൊക്കെ പോസ്റ്റുകളാണ് വരുന്നതെന്ന് നോക്കിയേ. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. നമ്മൾ ഏറ്റവും നല്ലൊരു പോസ്റ്റിംഗ് ആണ് കേട്ടോ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ. നല്ല ഹൈ സാലറി പാക്കേജ് നിങ്ങൾ കണ്ടോ. ഇനിഷ്യൽ പേ തന്നെ 6 and 5 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പേ സ്കെയിൽ 6ഉം 5ഉം. അതിൽ കണ്ടോ 35,000 രൂപ. അതായത് ഒരു 25,000 മുകളിലാണ് ഇനിഷ്യൽ പേ പോലും. 29,000 മുകളിൽ തന്നെയാണ് ഇനിഷ്യൽ പേ വരുന്നത് കേട്ടോ. 35,000 വരുന്നത് സ്റ്റേഷൻ മാസ്റ്റർക്കും അതുപോലെ തന്നെ ടിക്കറ്റ് സൂപ്പർവൈസറായിട്ടൊക്കെ ഇരിക്കാറുണ്ടല്ലോ നമ്മുടെ അവിടെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ അങ്ങനെയുള്ളവരാണ്. പിന്നെ എന്തുണ്ട്? ഗുഡ്സ് ട്രെയിൻ മാനേജർ ഉണ്ട്, അക്കൗണ്ട് അസിസ്റ്റന്റ് ഉണ്ട്, സീനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. ടൈപ്പിസ്റ്റുകളുടെ ജോബുകൾക്കും വേണ്ടി എടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ് ലെവലിൽ അവരിപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇതിനേക്കാളും കൂടുതൽ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പോൾ വാക്കൻസി ലിസ്റ്റ് വന്നപ്പോൾ ഇത്ര മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്കറിയത്തില്ല ഇനി കൂടുവോ അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ളവർക്കും കൂടെ വാക്കൻസി വരുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, ഇത്രയും ആൾക്കാർക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത് വിളിച്ചിരിക്കുന്നത്. 29,000 to 35,000 ഇനിഷ്യൽ പേ ആണ്. ഇനിഷ്യൽ പേ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി അലവൻസോ അല്ലെങ്കിൽ ഒരു നമുക്ക് ക്രെഡിറ്റ് ഈ നമ്മുടെ ഷിഫ്റ്റ് അനുസരിച്ചൊക്കെ എന്ത് ചെയ്യും നമുക്ക് സാലറി ഇൻക്രിമെന്റ്സ് ഉണ്ടാവും. അതൊന്നും ഇല്ലാണ്ട് ഇനിഷ്യൽ പേ തന്നെ 35 ആണ്. അത്യാവശ്യം നല്ല സാലറി ഹൈ പാക്കേജിലൂടെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമായിരിക്കും. പിന്നെ എന്തുണ്ട്? മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. കണ്ണിൻ്റെ അത് നമ്മുടെ സർജറീസ് കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ പല്ലിൻ്റെ ഡെൻ്റൽ പോയിൻസിൻ്റെ കാര്യം നോക്കാറുണ്ട്, ഹിയറിങ്ങിൻ്റെ കാര്യം നോക്കാം. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. വീണ്ടും അത് മെഡിക്കൽ കാറ്റഗറീസ് ആണ്. അത് A1 ആണോ A2 ആണോ എന്നുള്ളൊരു ലിമിറ്റേഷൻസ് എന്തിൽ പറയാറുണ്ട്. റെയിൽവേക്ക് എപ്പോഴും മെഡിക്കൽ കാറ്റഗറീസ് മസ്റ്റ് ആണ് കേട്ടോ. അതപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു കാര്യം ഒരു ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാം അതിനെക്കുറിച്ച് കേട്ടോ. ഇനി അടുത്ത ഏജ് എന്ന് പറയുമ്പോൾ കണ്ടോ ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എത്രയെന്ന് കണ്ടോ 36. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ 33 ആയിരുന്നു ഗ്രാജുവേറ്റ് പോസ്റ്റിന്. 3 വർഷം എന്തിനാണ്
കോവിഡിൻ്റെയാണ് കേട്ടോ. കോവിഡിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്താണ്? കോവിഡ് ആയതുകൊണ്ട് 3 വർഷം കൂട്ടിയിട്ടുണ്ട്. 36 വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ വാക്കൻസീസ് കണ്ടോ, 8000+ വാക്കൻസി, 8113 എന്ന് പറഞ്ഞൊരു നമ്പറിലേക്കാണ്, 13 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഗ്രാജുവേറ്റ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ കൂടാം, ഇല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ ഇത്രയൊരു വാക്കൻസി തന്നെയായിരിക്കും. പക്ഷെ മനസ്സിലാക്കുക, അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്, ഉറപ്പാണ്. നമ്മൾ നിൽക്കുന്നത് കോമ്പറ്റേറ്റീവ് വേൾഡിലാണ്, ഉറപ്പായിട്ടും കോമ്പറ്റീഷൻ ഉണ്ട്. ചിലപ്പോൾ ഒരു 12-15 ലക്ഷത്തോളം ആൾക്കാർ അപ്ലൈ ചെയ്ത് കാണും. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം, നമ്മുടെ ഗോൾ എന്തായിരിക്കണം, നമുക്ക് ഈ ഒരു വാക്കൻസിയിൽ ഒരാളായിട്ട് മാറുക എന്നുള്ളൊരു ഇത് മാത്രമേ നമ്മുടെ മൈൻഡിൽ കാണാവൂ. അവിടെ നിങ്ങൾ ഒരു കമ്പാരിസണോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചെന്ത് ചെയ്യുക, നല്ലൊരു മാർക്ക് മേടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് കണ്ടോ, അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിനാണെങ്കിൽ നോക്കിയേ, +2 കഴിഞ്ഞവർക്കുള്ള പോസ്റ്റിംഗ് ഏതൊക്കെയാണ്? കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ഉണ്ട്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട്, ജൂനിയർ ക്ലറിക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. ഇതിലും പോസ്റ്റുകൾ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം എന്താണ്, ക്ലറിക്കൽ ആൻഡ് ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ് കേട്ടോ. ലോവർ ലെവലിലുള്ള ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ്. ഇതിൽ പേ സ്കെയിൽ കുറച്ച് കുറവാണ്, കാരണം അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റാണ്. എന്നാലും വലിയ കുറവല്ല. ഇത് കണ്ടല്ലോ, ഈ ഇനിഷ്യൽ പേ തന്നെ 20,000 അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്, 20,000 അടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അതെന്താണ്, വിത്ത് ഇൻക്രിമെൻസും നിങ്ങൾ ആ ഒരു വർഷമൊക്കെ ജോലി ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ സാലറി എവിടെ എത്തും? 35-40 ആ ഒരു റേഞ്ചിൽ തന്നെ എത്തുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട. മനസ്സിലാക്കുക, അതിൻ്റെ നോട്ടിഫിക്കേഷൻ 9-ാം മാസം തന്നെ വരും. 9-നും 10-നും ഇടയ്ക്കും വരികയെന്ന് തന്നെയാണ് അതിലും പറഞ്ഞിരിക്കുന്നത്. 21/9/2024, അതായത് ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും 2 ഡേറ്റിലായിരിക്കും വിളിക്കുന്നത്. 2 ഡേറ്റിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട. ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എത്രയാണ്? 18 to 33 ഇയേഴ്സ് വരെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ വേണ്ടത് കേട്ടോ. ഏജിൻ്റെ കാര്യം പറയേണ്ടത് 18 to 33 ആണ് പറയുന്നത്. പ്ലസ് എന്തുണ്ട്, ഒ ബി സിയുടെ ഒരു 3 വർഷം, SC/STയുടെ ഒരു 5 വർഷമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ കൂട്ടാം. പിന്നെ എന്താണ്, ടോട്ടൽ വേക്കൻസീസ് വന്നിരിക്കുന്നത് 3,445 എന്നുള്ള രീതിയിലാണ്. 3,000+ വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിന്. അതെന്താണ്, അത്യാവശ്യം ലിമിറ്റഡ് ആണ്. സ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, ചിന്തിച്ച് പഠിക്കുക തന്നെ വേണം. അപ്പം അത്രയും വാക്കൻസീസേ ഉള്ളൂ എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. പഠിക്കണം. എങ്ങനെ പഠിക്കണം? ഏതൊക്കെ ടയർ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് എക്സാമിനേഷൻ അപ്ഡേറ്റ് ആവേണ്ട സമയം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ജനറലുകാർക്ക് 500 രൂപയാണ് കൊടുക്കുന്നത്. 500 ജനറൽ എന്ന് പറഞ്ഞാൽ ആരാണ്? മെന്നും അതുപോലെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, അപ്പം അവർക്ക് 500 രൂപ കൊടുക്കണമെങ്കിൽ 500-ൽ 450 എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാലോ, നോർമലി റെയിൽവേയുടെ എക്സാമിനേഷൻ അങ്ങനെയാണ്. നിങ്ങൾ ഒരു പൈസ അടയ്ക്കും, അതിൻ്റെ ഒരു പകുതി ഒരു റീഫണ്ട് എമൗണ്ട് ആയിട്ട് കുറച്ച് പൈസ അവർ തിരിച്ചും തരാറുണ്ട്. അപ്പോൾ ഇവിടെ 500 രൂപ അടയ്ക്കുന്നെങ്കിൽ അതിൽ 480 എന്താണ് ജനറൽ കാറ്റഗറിക്കും മെൻ കാറ്റഗറിക്കും കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞ് SC/ST, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി വിഭാഗങ്ങൾ, അങ്ങനത്തെ കുറേ PWD, എക്സ് സർവീസ് മാൻ ഒക്കെ എന്ത് ചെയ്യും? 250 രൂപയേ ഉള്ളൂ കേട്ടോ. 250 രൂപ. ആ 250-ൽ 250 നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ, CBT-1 നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിൽ വരും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമാണ്. ഇനി എക്സാം പാറ്റേൺ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് നോക്കേണ്ടതെന്നുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ എത്ര ഷെഡ്യൂളിംഗ് ആയിട്ടാണ്. സബ്ജക്റ്റ് എന്താണ്? റെയിൽവേയുടെ സബ്ജക്റ്റുകൾ തന്നെയാണ്. സയൻസ്, GK, അതുപോലെ തന്നെ മാത്സ്, റീസണിങ്. ഇത്ര 4 സബ്ജക്റ്റേ ഉള്ളൂ. 4 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 3 സബ്ജക്റ്റാണ്, GK, മാത്സ്, റീസണിങ്. ആ ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓൺലൈൻ എക്സാം സ്റ്റേജ് 1 ആണ്. CBT-1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫസ്റ്റ് ടയർ 1 ആയിട്ട്. ഓൺലൈൻ എക്സാം സ്റ്റേജ് 2 CBT-2 ടയർ 2 ആയിട്ട്. അത് കഴിഞ്ഞ് എന്താണ്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോസ്റ്റിൽ തന്നെ കുറേയൊക്കെ എന്താണ്, ടൈപ്പിസ്റ്റ് പോസ്റ്റുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ടൈപ്പിംഗ് സ്പീഡ്, ഇത്ര വേർഡ്സ് ഇത്ര പെർ മിനിറ്റ് എന്ന് പറയുന്ന ഒരു ലിമിറ്റിനുള്ളിൽ നിങ്ങൾ അടിക്കണം. അത് നിങ്ങൾ ടൈപ്പ് ചെയ്യണം. അതായത് സ്റ്റെനോഗ്രാഫി ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ടൈപ്പിംഗ് വിത്ത് സ്കിൽ ടെസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ അവർ നടത്തുന്നതേ ഉള്ളൂ. സ്കിൽ ടെസ്റ്റ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓൺലൈൻ ടയർ 1 എക്സാമിനേഷൻ പാസ്സാവണം, ടയർ 2 പാസ്സാവണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് വരത്തുള്ളൂ, ടൈപ്പിംഗ് ടെസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. ലാസ്റ്റ് പ്രോസസ്സാണ് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണിൻ്റെ 6/9 പവറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അവരെന്ത് ചെയ്യും, മെഡിക്കൽസ് നോക്കും. നമ്മുടെ കാലിൻ്റെ സൈസിങ്ങും നമ്മുടെ സർജറീസും നമ്മുടെ കൈക്ക് എന്തെങ്കിലും ശേഷി കുറവോ നമുക്ക് എന്തെങ്കിലും വേറെ ബാക്കിയുള്ള അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് അവർ ചെക്ക് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വേറെ ഡീറ്റെയിൽസ് വരുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാനുള്ള കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. RRB NTPC എന്ന് പറഞ്ഞൊരു വളരെ നല്ല ചാൻസ് ആണ്. അതിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരാളായി മാറാം, ആ ഒരു 11,000+ വാക്കൻസിയിൽ ഒരാളായിട്ട് എങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സസ് അപ്പോൾ നമുക്ക് എന്താണ് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ല, എങ്ങനെയെങ്കിലും വീട്ടിലിരുന്ന് പഠിച്ച് ശരിയായാൽ മതിയെന്ന് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നമ്മുടെ ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, മെന്റർ സപ്പോർട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോഴ്സ് ഫീ എത്രയായിട്ടാണ് വരുന്നത്, ഒരു 5,000 എമൗണ്ടിലേക്ക് 9,000 10,000 ആയിരുന്നത് ഇപ്പോൾ 5,000 റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും NTPC എന്ന് പറഞ്ഞ ഒരു എക്സാം വരാൻ നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 5 months 6 months ടൈം കാണും, പോട്ടെ ഒരു 3 months ടൈം കാണും. അതിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ക്രാഷ് പോലെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വിത്ത് ഹെൽപ്പ് ഓഫ് നമ്മുടെ ദിശ അക്കാഡമിയിലൊപ്പം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ കയറാൻ തന്നെ പറ്റും. അപ്പോൾ അങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ദൃഢ നിശ്ചയം എടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മൂവ്മെൻറ്റ് മുന്നോട്ടുള്ള നീക്കങ്ങൾ തുടങ്ങുക. അപ്പോൾ എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്